ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. V123 നമ്മൾ കളിക്കാൻ പോകുന്നത് പുതിയൊരു ഗെയിമല്ല, കുറച്ച് പഴയ ഗെയിമാണ്. ഗ്രാനി 3 ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമുക്ക് തള്ളൻ്റെ വീട്ടിൽ നമുക്ക് ഒന്നും കൂടി പോകാം. പക്ഷേ തള്ള മാത്രമല്ല, തള്ളൻ്റെ കെട്ടിയവനായിട്ടുള്ള ഗ്രാൻഡ് പി ഉണ്ട് ഗൈസ്. Day 1 ആയിട്ടുണ്ട്. നമുക്ക് തള്ളൻ്റെ ഭർത്താവിനെ അങ്ങ് അടിച്ച് പൊട്ടിച്ചാടണം ഗൈസ്. നമുക്ക് അങ്ങനെ ലോക്ക് പിക്ക് എടുത്തിട്ട് ജയിലിൻ്റെ വാതിൽ കുത്തിപ്പൊളിക്കാന്ന് വെച്ചാൽ ലോക്കലങ്ങ് കുത്തിപ്പൊളിക്കുക. നമ്മളെ ഗ്രാനിയുടെ വണ്ടി പിടിച്ചിട്ടിനി ഇത് ചെയ്യാൻ. കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ നമ്മൾ ഇൻട്രോ എല്ലാം കണ്ടോണ്ട് പിന്നെ നമ്മൾ ഇൻട്രോ ഒന്നും കാണാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ് ഇൻട്രോ ഒന്നും കാണുന്നില്ല. നമുക്ക് ആദ്യം തന്നെ ഗ്രാനീനെ ഒന്ന് താഴെ വീഴ്ത്തിക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ഈ റോബോട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒച്ചാക്കിപ്പിച്ചിട്ട് ഇവിടെ എൻ്റെ അവിടെ പോയിട്ട് ആ ബെല്ല് പഠിപ്പിച്ചിട്ട് ഗ്രാനീനെ ഇവിടെ വീഴ്ത്തിക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ സാധനമില്ലേ, ഈ ഓട്ടോൻ്റെ ഉള്ളിലോട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഗ്രാനീനെ കാത്തിക്കാം. ഗൈസ് ഗ്രാനി വരുന്നുണ്ടോ അതറിയില്ലേ? ഞാൻ അപ്പുറത്ത് അറിയാണ്ട് ഒച്ചപ്പാടാക്കിപ്പോയി. അതുകൊണ്ട് ഇപ്പുറത്ത് പോയിട്ട് വാതിൽ ഇതാക്കട്ടെ. വാതിൽ പൂട്ടിയിട്ട് ഒന്നും കൂടി ഇപ്പുറത്ത് ഒച്ചയാക്കട്ടെ. അല്ലെങ്കിൽ തള്ളച്ചി ആടെ വന്നിട്ട് പോയി കളിയും. തള്ളച്ചിന് ഇപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് ടാക്റ്റിക്കൽ മൂവ് ചെയ്യാൻ നമ്മുടെ പ്ലാന്. പക്ഷേ അതേപോലെ പ്രവർത്തിക്കുന്നുമില്ല. അത് വേറെ കാര്യം. അതേപോലെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം ലൈക്ക് അടിക്കൂ. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ലൈക്ക് അടിക്കുക. ഗ്രാനി തള്ളച്ചി വരുന്നതായിട്ടൊന്നും കാണില്ല. ഒന്നും കൂടി അച്ചേക്കുക. ഗ്രാനി തള്ളച്ചി വരുന്നില്ലല്ലോ ഗൈസ്. ഗ്രാനി തള്ളച്ചി വരാത്തെന്താണ് ഗൈസ്? ഞാൻ ഗ്രാനി തള്ളച്ചിനെ കാത്തിക്കാനൊന്നുമില്ല ഗൈസ്. നേരെ ഒറ്റ പോക്കാണ്, ഒറ്റ മൈൻഡ് ഗൈസ്. ഞാൻ നേരെ പോയ ഗൈസ് പെർഫെക്റ്റ്. അപ്പാപ്പൻ കെട്ടിയോ തോക്കും പിടിച്ച് പിടിക്കാൻ വരുന്നുണ്ട്. ഓടിക്കോ. അപ്പാപ്പൻ വരുന്നുണ്ട് കെട്ടിയോന്. ഗൈസ് കെട്ടിയോന് വരുന്നുണ്ട് ഗൈസ്. അപ്പൊക്കെ കെട്ടിയോളും ഗൈസ്. ഞാൻ അവിടെ പെട്ട് ഈ കെട്ടിയോനും കൊണ്ടിട്ട് കെട്ടിയോനും കൂട്ടി എന്നെ അടിച്ച് കൊന്നേ ഗൈസ്. കെട്ടിയോനും കൊണ്ട് എന്നെ അടിച്ച് കൊന്ന്. തള്ളേൻ്റെ ഭർത്താവും കൂട്ടി എന്നെ കൊന്നേ. Day 2 അങ്ങനെ പോയി ഗൈസ്. നമ്മൾ വീണ്ടും ജയിലെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം എങ്ങനെയാണ് പോയത് പോലും അറിയില്ല. അതെന്ത് പോക്കേനും ഗൈസ്. ഞാൻ ഗ്രാനിയും ഗ്രാൻഡ് അപ്പുറത്തുണ്ട് വെച്ചിട്ട് മറ്റേ ഒറ്റ മൈൻഡിൽ അങ്ങ് കയറിപ്പോയതാണ്. പിന്നെ ഓർമ്മയില്ല. അവിടെ നിന്ന് ഗ്രാൻഡ് കീഞ്ഞ് വരും തോക്കും കൊണ്ട്. തിരിച്ച് ഇവിടെ മറ്റേ ഒളിക്കാൻ നിൽക്കുമ്പോൾ ഇവിടെ ഗ്രാനി. ഞാൻ എന്താ ചെയ്യുക ഗൈസ്? ഇപ്രാവശ്യം ഈ ഓട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് നിൽക്കൂല. ഈ മറ്റേ ഷെൽഫില്ലേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കും. അപ്പോൾ നമുക്ക് ഗ്രാനിയും ഗ്രാൻഡ് പി ഒരുമിച്ച് വരുന്നുണ്ടോയെന്ന് കാണാമല്ലോ ഗൈസ്. അങ്ങനെ ഗ്രാനിയും ഗ്രാൻഡ് പിയും വന്ന്. അത്ര നേരം കഴിഞ്ഞിട്ടാണ് വന്നേ. ഞാൻ കുറേ നേരം കാത്തുനിന്ന്. രണ്ടും ആടുന്ന് സൊറയും പറഞ്ഞിട്ട് മറ്റേ അടുത്തല് മറ്റേ കിസിയും പറഞ്ഞ് നല്ലനെ വന്ന് രണ്ടും ഒരുമിച്ചിട്ട് ഗൈസ്. നമുക്ക് ഫ്യൂസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫ്യൂസ് അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗ്രാനിയും ഗ്രാൻഡ് പിയും താഴെ തന്നെ ഉള്ളത് ഗൈസ്. ഈ സമയം കൂടെ ഞാൻ മേലെ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ഈ സമയം മെയിനായിട്ട് ചെയ്യാൻ നോക്കുന്ന എസ്കേപ്പ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ നോക്കുന്ന എസ്കേപ്പാണ് ഗേറ്റ് എസ്കേപ്പ്. അപ്പോൾ ഗ്രാനി തള്ളച്ച് നമ്മളെ ഗേറ്റ് എസ്കേപ്പ് ചെയ്യാൻ വിടുമെന്നറിയില്ല. ഗ്രാനി തള്ളച്ചിൻ്റെ പോക്ക് കണ്ടിട്ട് നമ്മളെ വിടൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്കൊന്ന് തപ്പിയോ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ഇമ്പോർട്ടൻറ്റ്. നോ ഇലക്ട്രിസിറ്റി. ഞാൻ ഈ സാധനം എവിടെയോ കണ്ടിന് ഗൈസ്. ഞാൻ എവിടെയോ കണ്ടതായി ഓർക്കുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ ഈ ഫ്യൂസും കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ എവിടെയോ ചെക്ക് ചെയ്തിന്. അപ്പോൾ ആടുണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. ഗ്രാനിയായിട്ട് ഇവിടുന്ന് വരുന്നുണ്ടോ? ഇവിടെ വാതിലെല്ലാം തുറന്നു കേട്ട് പെട്ടെന്ന് ഗ്രാനിറ്റും വരുമ്പോൾ ഗ്രാൻഡ് പേനും വരുമ്പോൾ ഓടിയിട്ട് രക്ഷപ്പെടാമല്ലോ ഗൈസ്. ഈ ഡോറെല്ലാം അങ്ങ് തുറന്നിട്ട് ഇവിടുന്ന് വട്ടം നേരം കളിപ്പിക്കുക. തൂണ്ടിപ്പെടുത്തുന്ന അങ്ങനെയെല്ലാം വട്ടം നേരം കളിപ്പിക്കുക. ഈ വാതിലെല്ലാം തുറന്നിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഗ്രാനിയും ഗ്രാൻഡ് പേലും വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തുറക്കാനൊന്നും സമയം ഉണ്ടാവില്ല ഗൈസ്.
ഇവിടെ ഗ്രാനിയും ഗ്രാൻഡൊന്നുമില്ല. ഞാൻ ഈ പിയാനോ വിളിച്ചിട്ട് ഗ്രാനിനെ കൊണ്ടുവന്ന് ഗൈസ്. ആ പിയാനോനെ കൊണ്ട് സൗണ്ട് ആക്കിയിട്ട് ഗ്രാനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാനി ഈടെത്തിട്ട് ഞാൻ താഴേക്ക് തുള്ളാം ഗൈസ്. ഗ്രാനി ഞാൻ പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ ഗൈസ്. ഈ നമുക്ക് അടുക്കള ഫുൾ ചെക്ക് ചെയ്യാം ഗൈസ്. അടുക്കള ഫുൾ ചെക്ക് ചെയ്യാൻ ഗൈസ്. എന്നെ ആരും കണ്ട് ഗൈസ്. ഞാൻ ഇതാക്കാൻ ഞാൻ പോയിട്ട് ലിഫ്റ്റിൽ പോയിട്ട് ഒളിക്കാൻ നോക്കിയതാണ്. ഇപ്പം എല്ലാം മനസ്സിലായ ഗ്രാൻഡ് പേ ആണ്. തോക്കിനെ കൊണ്ടങ്ങ് പൊട്ടിച്ച് പോകുന്നു ഗൈസ്. ഡേ 3 ഇത് എത്ര പൊട്ടുന്ന ഗൈസ് ദിവസം പോകുന്നു. ഇത് എസ്കേപ്പ് ഒന്നും ആവൂല ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ജയിലിലെത്തിയിട്ടുണ്ട്. നമ്മൾ ജയിലിൽ വീണ്ടും കുത്തിപ്പൊളിക്കുകയാണ്. ഇത് നമ്മളെ 3ാമത്തെ കുത്തിപ്പൊളിയാണ് ഗൈസ്. ഞാൻ വീണ്ടും അങ്ങനെ ഗ്രാൻഡ് പേനെ താഴെ കഴിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ മേലേക്ക് പോവുകയാണ് ഗൈസ്. ആടെ എന്താ ഉള്ളത്? ആടെ മറ്റേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എസ്കേപ്പ് ചെയ്ത ട്രെയിൻ എസ്കേപ്പാണ്. നമ്മൾ ഇപ്രാവശ്യം ട്രെയിൻ എസ്കേപ്പ് അല്ല ഗേറ്റ് എസ്കേപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഞാൻ നേരത്തെ ഇവിടെ മറ്റേ തോന്നുന്നു ഗൈസ് കണ്ട ഇത് ജനറേറ്റർ കേബിള്. ഇതാണ് നേരത്തെ കണ്ടേ. നേരത്തെ എന്താ ഫ്യൂസും കൊണ്ട് പോകുമ്പോൾ കണ്ട സാധനം ഞാൻ ഇതാണ് പറഞ്ഞത്. പിന്നെ ഗ്രാൻഡ് പി ഇപ്പം എന്തായാലും താഴ്ന്ന് വന്നിട്ടുണ്ടാവും. നമുക്ക് അപ്പോൾക്ക് വേറെ എന്തെങ്കിലും സാധനം തപ്പാൻ പോവാം. നമുക്ക് അടുക്കളയിലൊന്ന് ഫുൾ ചെക്ക് ചെയ്യാം. ഗ്രാനിയായിട്ട് അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ മറ്റേ എന്തെങ്കിലും സാധനം എൻ്റെ താഴെ ഇട്ടിരുന്ന് നോക്കാം ഗൈസ്. ഗ്രാനി നല്ല സാധനം താഴെ ഇട്ടിന് ഗൈസ്. ഞാൻ ഈ വെപ്പൺ കീയും കൊണ്ട് വെക്കാൻ വന്നപ്പോൾ ഉണ്ട് ഇവിടെ ഒരാൾ ഉറങ്ങുന്നു. എനിക്ക് കാണിച്ചു തരാൻ പോവാനെ. ഗ്രാനി വാ എൻ്റെ കെട്ടിയോൻ്റെ തോക്ക് കൊണ്ട് തന്നെ അടിച്ച് പൊട്ടിച്ചരാം ഗൈസ്. കെട്ടിയോൻ്റെ തോക്ക് കൊണ്ട് തന്നെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു മേലെ പോയിട്ട് ഉണ്ട നിറക്കാം. എന്നിട്ട് നമുക്ക് കാക്കനെ കൊന്നിട്ട് കാക്കൻ്റെ ഇത് കിട്ടാൻ നോക്കാം ഗൈസ്. കാക്കൻ്റെ നല്ല സാധനം കിട്ടിയാൽ മതിയേനു. 2 ഉണ്ട എടുത്തിട്ടുണ്ട്. ഇനി 1.5 മിനിറ്റത്തേക്ക് 2ന് ശല്യം ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ നമ്മൾ തോക്കും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാക്കൻ്റെ ഇവിടെ കോയിനാണുള്ളത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് തോക്കിന് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇട്ടിട്ട് പോവാം തോക്ക്. എന്നിട്ട് നമുക്ക് താഴത്തുള്ളിയിട്ട് താഴോട്ട് പോയിട്ട് മറ്റേ നമുക്ക് കീ ഇല്ലേ വെപ്പൺ കീ അതൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് ഗ്ലാസിൻ്റെ അവിടെ പോയിട്ട് ഗ്ലാസ് പൊട്ടിക്കണം ഗൈസ്. കണ്ട ഇതെടുത്തിട്ട് ഇവിടെ ഇടാം. എന്നിട്ട് ബാഗ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അവിടെ പോകും ഗൈസ്. ഗ്ലാസിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊന്നുമില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് ഒരു ക്രോബാർ ഇട്ടു ഗൈസ്. ക്രോബാർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാനി എണീച്ചിനും തോന്നുന്നു. ഗ്രാനി എണീക്കുന്നതിന് മുന്നേ ഇതാക്കണം ഗൈസ്. ഇവിടെ നമുക്ക് ഷെഡ് കീ ഇമ്പോർട്ടൻ്റ് സാധനം. ഞാൻ ഷെഡ് കീ എടുത്ത് മേലെ വരുമ്പോൾ ഗ്രാനി പിടിക്കാൻ വരുന്നു. എന്താ അവസ്ഥ നോക്കണം. ഇപ്പോൾ ഗ്രാൻഡ് പിയും കൂടി വന്ന പെട്ട് ഗൈസ്. നമ്മൾ പിന്നെ ആ 3 ഓട്ടം നിരക്കണം പിടിച്ച ശേഷം പിന്നെ അവളെ പിടിച്ചിട്ടില്ല ഗൈസ്. ഹാട്രിക് അടിച്ചതിന് ശേഷം പിന്നെ പിടിച്ചിട്ടില്ല ഗൈസ്. നമ്മളെ ഗ്രാനി വീണ്ടും പിടിക്കാൻ വരുന്നുണ്ട്. ഗ്രാൻഡ് ഈ വീട് എത്ര വലുതാന്ന് നോക്കിയേ. ഗ്രാനിക്ക് മറ്റേ ഇങ്ങനത്തെ പണി ചെയ്യാണ്ട് നല്ല പണിയും ചെയ്തിട്ട് അങ്കാണ്ട് ജീവിച്ചോടെ. എന്തിനാണ് നമ്മൾ പിള്ളേരെല്ലാം ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്തിനാണെന്നറിയില്ല. ഗ്രാനിക്ക് നല്ല പണിയെടുത്ത് ജീവിച്ചോടെ ഗൈസ്. ഒക്കെ ആരുടെ പോകുന്നത്? കെട്ടിയോനല്ലേ പോകുന്നത്. ഗ്രാനീൻ്റെ കെട്ടിയോനല്ലേ പോകുന്നത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഗെയിമിലൊന്നുമില്ല. പിന്നെ അകാമറ്റ പിടിച്ചാൽ പിന്നെ ഓനെ പിന്നെയും തോക്ക് കിട്ടു. പിന്നെ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല. വീണ്ടും പിന്നെ ഓനെ ഉറങ്ങുന്നേരം കാത്തിക്കണം. ഈ സാധനം ഉണ്ട്. ഈ സാധനം കഴിയുമ്പോണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വലിയ ധൈര്യശാലിയാണ് ഗൈസ്. നമുക്ക് അതിനെ 2 വിളിച്ച് വരുത്താം ഗൈസ്. അങ്ങനെ 2 എത്തിയിട്ടുണ്ട്. അല്ല ഒരാളെത്തിയിട്ടുള്ളൂ. ഞാൻ 2 എത്തീനെ ഓർത്തു. മറ്റേയാളും വരുന്ന സമയമില്ല, കെട്ടിയാനും വരുന്ന സമയമായി. വാ എടാ കെട്ടിയോളം ഞാൻ ഇവിടെ ബോധം കെടുത്തി നിൽക്കുമ്പോൾ കെട്ടിയോൻ വരണ്ടേ? അതെന്ത് സ്വഭാവമാണ്. കെട്ടിയോൻ ഇങ്ങോട്ട് വാ. ശുക്കൂർ മറ്റേ കുണുങ്ങി വരുന്നുണ്ട് ഗൈസ്. അതിന് നമ്മൾ ബോധം കെടുത്തിട്ടിട്ടുണ്ട് 1.5 മിനിറ്റത്തേക്ക് ഗൈസ്. ഞാൻ അങ്ങനെ ആ സ്ലിപ്പ് ഷോട്ട് പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ താഴത്തന്നെ വീടിട്ടാൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ നമുക്ക് താഴെ വേണ്ടി എടുക്കാനൊന്നും ഒന്നുമില്ല. പിന്നെ അത് എടുക്കാനായിട്ട് താഴേക്ക് വരേണ്ടി വരും. അങ്ങനെ ക്രോബാർ ഇട്ടിട്ടുണ്ട്. ജനറേറ്റർ കേബിള് നമുക്ക് അവിടെ പോയിട്ട് ഫിറ്റ് ചെയ്യാം
അവിടെ ഷെഡിക്കെല്ലാം കിട്ടിയിട്ടില്ലേ, അതുകൊണ്ട് സാരില്ല. അവിടെ വയറവിടെ കിടക്ക്. എൻ്റെ ഷെഡിക്ക് എടുത്തിട്ട് ഇത് തുറക്കാൻ, എന്നിട്ട് വാതിൽ തുറക്കുക, ചെറുതായിട്ട് കേട് കൊടുക്കുക, ഓണാക്ക് ഗൈസ് ഓണാക്കിയിട്ടുണ്ട്. ഇതും നമുക്ക് ആവശ്യമില്ലാത്ത സാധനം. ഇതെന്താ ഫുൾ ട്രെയിൻ എസ്കേപ്പിൻ്റെ സാധനം കിട്ടുമെന്ന് തിരിയില്ല ഗൈസ്. മേലെ പോയിട്ട് ക്രോബാറിനെ കൊണ്ട് തുറന്നിട്ട് എന്താ കിട്ടാൻ നോക്കാം ഗൈസ്. ഞാൻ സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് ഒന്നും കൂടി പൂശിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പൂശിയാലോ ഒന്നും കൂടി. ഞാൻ താഴെ പോയിട്ട് ഒന്നും കൂടി വിളിക്കട്ടെ ഗൈസ്. നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടിടത്തിന് വിളിച്ച് വരുത്തിക്കുന്നു ഗൈസ്. പിന്നെ നമ്മളെ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ അല്ലേ. 3 നിരക്കനെ പിടിച്ച ശേഷം നമ്മളെ പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്ക് ഗൈസ് ഗ്രാനി കള്ളക്കളിയാണ് കളിച്ചത്. ഞാനിങ്ങനെ ബെല്ലടിച്ചപ്പോൾ മുന്നിലോട്ടല്ലേ വേറെ ബാക്കിലോട്ട് വന്ന് ഞാൻ എന്ത് ചെയ്യാനാ ഗൈസ്. ഞാൻ വീണ്ടും താഴെ പോയിട്ട് സ്ലിംഗ് ഷോട്ട് എടുത്തിട്ട് വീണ്ടും അലാറം അടിപ്പിച്ചിട്ട് ബെരട്ട് ഞാൻ കാണിച്ചു കൊടുക്കുക ഞാൻ ആരാണ്. അവിടെ പോയിട്ട് ആദ്യം തന്നെ ഗ്രാനി ഉണ്ടോ നോക്കട്ട്. ഇത് പിന്നെ ഡേ 4 പിന്നെ ഒരു ഡേയും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കത്തം ഹോഗിയാക്കും. ഒന്നിക്കിൽ കാറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ബോംബിട്ടിട്ട് പോവും. എന്നിട്ട് മറ്റേ കെട്ടിയോൻ്റെ കണ്ണിട്ടിട്ട് വണ്ടി ഉള്ളിൽ നടത്തുന്നുണ്ട് കുണുങ്ങി. അല്ലെങ്കിൽ ട്രെയിൻ അടിച്ചിട്ട് നമ്മളെ കൊല്ലും. ആ ഗൈസ് ആദ്യം അപ്പാപ്പനെ വന്നു ഗൈസ്. അപ്പാപ്പ തോക്കും കൊണ്ടാണ് വന്നത്. തള്ളച്ചില്ലാതെയും വന്ന്. തള്ളച്ചിക്ക് നല്ല ചൂട് വെക്കാൻ. ഇപ്രാവശ്യം കളവനാണ് നല്ലോണം ചെവി വെക്കുന്നത്. തോക്കും കൊണ്ട് ആദ്യം തന്നെ വീരപ്പം വന്ന്. എന്താ ചെയ്യാൻ ഗൈസ്. ബാക്കിൽ നിന്ന് കെട്ടിയോളം എത്തിയല്ല. അത് കെട്ടിയോളം നമുക്ക് ഇന്ന് ബോധം കെടുത്താം. ഹെഡ് ഷോട്ട് അടിച്ച് അങ്ങ് ബോധം കെടുത്താം. ആദ്യം ഒന്ന് ബോഡി ഷോട്ട് അടിച്ചിട്ട് വെറുതെ ഒരു കല്ല് പോയിപ്പിച്ച് ഗൈസ്. ഞാൻ കുറേ നേരം ഇവിടെ കെട്ടിയോനെ കാത്തുനിന്ന്. പിന്നെ ഞാൻ മടുത്തിട്ട് പോയെന്ന്. കെട്ടിയോനെ നേരത്തെ അപ്പുറത്ത് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഇന്നത് പ്രതീക്ഷ. ഞാൻ തള്ളനെ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോയിട്ട് പോയോന്നറിയില്ലേ, അത് എനിക്കറിയില്ല. ഇപ്പം എൻ്റെ വന്നിനില്ല. പെട്ടിനി. ഞാൻ ഫുള്ള് പെട്ടിനി. ഗെയിം ഒറ്റൊരു കല്ല് പോലില്ല ഗൈസ്. ഞാനങ്ങനെ അടുക്കളയിലെത്തിയിട്ടുണ്ട്. അടുക്കള എത്തിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ സാധനം പുറത്തിട്ട് ക്രോബാർ എടുത്തിട്ട് ഏറ്റവും മേലെ പോയെന്ന് ഗൈസ്. ഏറ്റവും മേലെ അങ്ങ് എത്താനായിട്ടുണ്ട് എന്ന് പറയാനും കഴിയില്ല, എത്തിയിട്ടൊന്നും പറയാൻ കഴിയില്ല. ഷിഫ്റ്റ് പിന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജനറേറ്റർ ഓണാക്കിയതിന് ശേഷം കേട്ടോ. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും, പക്ഷെ ഞാൻ വെറുതെ പറയും ഇങ്ങനെ ഗൈസ്. ഇവിടെ ഗ്രാനിക്ക് മുട്ട് വേണ്ടിക്കുമ്പോൾ ഇവിടെ വീൽ ചെയർ ഉണ്ട് ഗൈസ്. ഗ്രാനിക്ക് മുട്ട് വേണ്ടിക്കുമ്പോൾ വീൽ ചെയർ നടന്നു പോകാൻ കണ്ട ഗൈസ്. പിന്നെ നമുക്ക് ഗേറ്റ് എസ്കേപ്പിൻ്റെ മെയിൻ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൻ്റെ തിരിച്ചിട്ട് പാലെടുക്കുന്ന സാധനമില്ലേ, പാലോ ബ്രിഡ്ജിൻ്റെ എന്ത് സാധനമാണ് ഈ സാധനത്തിൻ്റെ പേരൊക്കെ ഓർമ്മില്ല. ആ തിരിച്ചെടുക്കുന്ന സാധനം, ആ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒന്നുമില്ല ഗൈസ്. ഞാനവിടെ ഫ്യൂസ് ഇട്ടിനി. നമുക്കെല്ലാം ആയി ഗൈസ്. ഗേറ്റ് എസ്കേപ്പിൻ്റെ എല്ലാം ആയിന്. പക്ഷെ നമുക്ക് ഒന്നും കൂടി ഒന്ന് പൂശണ്ടേ തള്ളച്ചീനെയും അപ്പാപ്പനെയും. ഒന്നും കൂടി പൂശാൻ നമുക്കങ്ങ് പോകണം ഗൈസ്. ഒന്നും കൂടി അങ്ങ് പൂശട്ടെ. ഒറ്റ കല്ലേ ഉള്ളൂ, പക്ഷെ രണ്ടാളും ഒരുമിച്ച് വന്ന് നിൽക്കുകയില്ലേ ഗൈസ്. ആ ഗ്രാനിയല്ലേ വരുന്നത് ഗൈസ്. രണ്ടാളും ഒരുമിച്ചിട്ട് ഒന്നും ചെയ്യരുത്. ഒറ്റ കല്ല് കൊണ്ട് ഞാൻ പോയിട്ട് എന്താക്കാനാണ് അവിടെ നിന്ന് ഗൈസ്. ദ ലാസ്റ്റ് ഡേ, 5th ഡേ ഇത് ചെയ്യണമെന്ന അവസ്ഥ. അങ്ങനെ നമ്മൾ 5ാമത്തെ പ്രാവശ്യം 4ാമത്തെ പ്രാവശ്യം 5ാമത്തെ പ്രാവശ്യം തന്നെ ഗൈസ് നമ്മൾ ഈ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും പൂട്ട് കുത്തി പൊളിക്കുന്നു. ആരപ്പോൾ ഏതാശാരിനെ വിളിക്കുന്നു നമ്മൾ ഈ പൂട്ട് ശരിയാക്കാൻ? ഞാൻ എത്രോട്ട് കുത്തി പൊളിച്ചാലുണ്ടാവും ഗ്രാനി വീണ്ടും ശരിയാക്കിയിട്ട് വെക്കാൻ ഗൈസ്. ഞാൻ വീണ്ടും മറ്റേ ഷെൽഫിൻ്റെ അവിടെ പോയിട്ട് ഒളിക്കുകയെന്ന്. പ്രാവശ്യം രണ്ടെണ്ണം ഒരുമിച്ച് വന്നോളെ. ആദ്യമേ പറയുന്ന കെട്ടിയോളും കെട്ടിയോനും ആരും ശരി. ഇതെന്താണ് ഇപ്പം വരാത്ത ഗൈസ്? ഉറങ്ങിപ്പോയാ ഗൈസ്? ഇവർ വരുന്ന മട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ്. എന്താ വരാത്ത? ഞാൻ പിന്നെ പേടിയാണ്. ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. വന്ന് ഞാനിപ്പോൾ തുറക്കാൻ പോയിരുന്നു. അപ്പം കൊണ്ട് ഗ്രാനി വന്നിട്ട് ബാക്കിൽ നിന്ന് കുടുങ്ങി ഗ്രാൻഡ് പി. അവൻ്റെ തോക്ക് എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്.
പക്ഷേ നമുക്ക് തോക്കിനൊന്നും ആവശ്യമില്ല. ഞാൻ ആദ്യം മേലെ പോയിട്ട് എന്ത് ചെയ്യുകയോ ഫ്യൂസിൻ്റെ മറ്റേ ബട്ടണില്ലേ ഗേറ്റിൻ്റെ അത് ഓപ്പൺ ആയി. എന്നിട്ട് മറ്റേ പാലത്തിനെ തിരിക്കുന്ന സാധനം തിരിക്കും, എസ്കേപ്പ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാന്. അത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയണ്ടേ. ഇത് ലാസ്റ്റ് ദിവസമാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, ഗ്രാനി പിടിക്കാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക. ഗൈസ് ഗ്രാനി പിടിക്കുകയോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ? ഗൈസ് നോക്കൂ, നമ്മങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ സാധനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തെന്ന് എൻ്റെ ഓർമ്മ. ഗൈസ് ആ മറ്റേ തിരിക്കുന്ന സാധനം എടുക്കാൻ പോയെന്ന്. ഇപ്പം എൻ്റെ ഗ്രാൻഡ് പ വന്നു. ഞാൻ സത്യം പറയാല ഇവിടെ പെട്ടിന് ഒന്നും ചെയ്യാങ്ങില്ല. ഗ്രാൻഡ് പ വന്ന ഒന്നും ചെയ്യാങ്ങില്ല ഗൈസ്. അയാളെ ബെല്ല മറ്റേ ഷോർട്ട് ഗൺ ഉണ്ട്. അയാളൊക്കെ ഇടുന്നു എന്ത് കണ്ട് ചെയ്യാനാണ് ഗൈസ്. ഞാൻ ഇപ്പം ഈ സാധനം തായിട്ട് ഇപ്പം ഗ്രാനി വരൂ ഗൈസ്. ഇപ്പം ഞാൻ ഇവിടെ നിൽക്കട്ടെ. ഞാൻ ഗ്രാൻഡ് പി ഒരുമിച്ച് വന്നാൽ കഴിയില്ല ഗൈസ്. ഗ്രാനി വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്രാവശ്യം ഗ്രാനി മാത്രമായിട്ട് രക്ഷപ്പെട്ട് ഗൈസ്. ആ ഉറക്കി. ഇപ്പോൾ ബാക്കിൽ നിന്ന് ഗ്രാൻഡ് പോയിൻ്റ് വന്നാൽ പെട്ട്. ഞാൻ അപ്പുറത്തേക്ക് ഓടിയിട്ട് ഞാൻ ആ സാധനം കൊണ്ട് ഉപകാരമില്ല. സ്ലിംഗ് ഷോട്ട് കൊണ്ട് ഗൈസ് ഗ്രാൻഡ് പെട്ട്. ഇത് ലാസ്റ്റ് ദിവസമാണ്. ഗ്രാൻഡ് പി ഇപ്പോൾ വന്ന് പിടിക്കും ഗൈസ്. ഞാൻ വേഗം ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ച് ഗൈസ്. ഇപ്പോൾ ഗ്രാനി വന്ന് പിടിക്കും. ഗ്രാനിയില്ല, ഗ്രാൻഡ് പ വന്ന് പിടിക്കും. ഞാൻ മേലേക്ക് പോയെന്ന്. മേലെ പോയിട്ട് ഏറ്റവും മേലെ സെക്കൻഡ് ഫ്ലോർക്ക് ചെയ്യണോ, എന്നിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം. ഇപ്പോൾ ഗ്രാനി തന്നെ പറഞ്ഞു വന്നു. ഗ്രാൻഡ് പ ഏറ്റവും താഴെ ഉണ്ടാകും. ഈ സമയം കൊണ്ട് നമുക്ക് മേലെ പോവാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കയറാം ഗൈസ്. ഞാനവിടെ ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മേലെ പച്ച ലൈറ്റ് എത്തിയിരുന്നു. നോക്കിനാടാം ഗൈസ്. ഇപ്പോൾ ഗ്രാൻഡ് പ എന്തായാലും മേലെ പോയിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രതീക്ഷ. ഈ സമയം കൊണ്ട് നമുക്ക് ആ സാധനം എടുത്തിട്ട് എസ്കേപ്പ് ആവാം. ഇപ്പോൾ എന്തായാലും ഗ്രാനീൻ്റെ ശല്യം ഉണ്ടാവില്ല. ഗ്രാനീൻ്റെ നമുക്ക് പൂശീനല്ല, അത് മതി. നമുക്ക് കെട്ടിയോനെ വേണ്ട. കെട്ടിയോൻ എന്തായാലും ഇപ്പോൾ കെട്ടിയോളില്ലാണ്ട് നിൽക്കൂല. ഓനീ കുളത്തിൽ പോയിട്ട് തന്നെ ചത്തോട്ട്. അതൊന്നും നോക്കണ്ട. നമ്മൾ ഒരു കല്ലും കൊണ്ട് എന്ത് ചെയ്യാനാന്ന് ഓനെ. ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓൻ വന്നിനെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തേന്ന് ഗൈസ്. ഫൈനലി നമ്മൾ എസ്കേപ്പ് ആകാൻ പോയെന്ന് തോന്നുന്നു. ബാക്കിൽ നിന്നിട്ട് ഇപ്പം അടിച്ചിട്ടെങ്കിൽ ആ കാര്യം പറയാം. ഇത്രയും കഷ്ടപ്പെട്ട് എസ്കേപ്പ് ആകാനാകുമ്പോൾ അടിച്ചിട്ടെങ്കിൽ ഗൈസ്. ഇതെന്താന്ന് തുറക്കാൻ കഴിയാത്ത ഗൈസ്. ഇതെന്തെങ്കിലും വേണോ ഗൈസ്? ഒന്നും വേണ്ട ഗൈസ്, അത് തുറക്കാൻ കഴിയാത്തേ. അങ്ങനെ ഗൈസ് അങ്ങനെ ഗ്രാനീൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.